നമസ്കാരം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്ത്. ഗണേഷ് കുമാറിനെയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നാണ് ഭാര്യ പറയുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ വാളകത്തെ ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് ഭാര്യ അറിയിപ്പൊന്നുമില്ലാതെ എത്തിയതോടെയാണ് സംഭവം. അവിടെയുണ്ടായ കാര്യങ്ങളുടെ ഫോട്ടോ താൻ എടുത്തുവെന്നും ചില ആളുകൾ തന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുവെന്നും ബിന്ദു മേനോൻ ആരോപണത്തിൽ പറയുന്നു. 2014 വിവാഹശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ചൊല്ലി ഞാൻ വഴക്ക് കൂടും. ഞാൻ പല സ്ത്രീകളെയും നേരിട്ട് വിളിച്ച് ഫയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് സംശയരോഗമാണെന്നാണ് എൻ്റെ വീട്ടുകാരെ വിളിച്ച് ഗണേഷ് കുമാർ പറഞ്ഞത്. 2019 വലിയ പ്രശ്നമുണ്ടായപ്പോഴും ബന്ധുവായ R ശ്രീലേഖയുമായി ബന്ധപ്പെട്ടിരുന്നു. ഗണേഷ് കുമാറിന്റെ പ്രശ്നം ലോകം മുഴുവൻ അറിയാമെന്നും ബിന്ദു മേനോൻ പറയുന്നു. അന്ന് താൻ ആരോടും പറയാതെയാണ് വാളകത്തെ വീട്ടിൽ പോയത്. അവിടെ എത്തിയപ്പോൾ ബെഡ്റൂമിൽ കണ്ടത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. അത് എന്താണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ എല്ലാ ചിത്രങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മന്ത്രിയെയോ കൂടെയുള്ള ആളെയോ ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഞാൻ ഉടനെ ശ്രീലേഖ ചേച്ചിയെ വിളിച്ചു. സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ബിന്ദു മേനോൻ വ്യക്തമാക്കി. കാര്യങ്ങൾ കേട്ട ശേഷം സുരക്ഷയ്ക്കായി സർക്കാർ ഏർപ്പെടുത്തിയ 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാനായിരുന്നു ശ്രീലേഖ നിർദ്ദേശിച്ചത്. ഇതനുസരിച്ച് 112 നമ്പറിൽ വിളിച്ച് താൻ ആരാണെന്നും എന്താണ് പ്രശ്നമെന്നും അറിയിച്ചെന്നും ബിന്ദു മേനോൻ പറയുന്നു. പോലീസ് സ്ഥലത്ത് എത്തിയപ്പോൾ വീട്ടിലേക്ക് കയറാൻ അനുവദിച്ചില്ല. പോലീസ് വരുന്നതിന് മുൻപേ സ്ത്രീയെ അവിടെ നിന്ന് മാറ്റി. ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടിയെന്നും പോലീസ് വന്ന് യാമിനി തങ്കച്ചനാണോ എന്ന് ചോദിച്ചുവെന്നും ബിന്ദു മേനോൻ പറയുന്നു. ചേച്ചി ഒന്ന് പൊടിക്ക് അടങ്ങ്, സാറിനൊരു തെറ്റുപറ്റിയതാണെന്ന് മന്ത്രിയുടെ സ്റ്റാഫ് മനോജ് പറഞ്ഞു. മനോജ് തന്റെ കാല് പിടിച്ചുവെന്നും ഇതിന്റെ എല്ലാം തെളിവ് തന്റെ കയ്യിലുണ്ടെന്നും ബിന്ദു പറയുന്നു. മന്ത്രി തന്നെ 2 മാസമായി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും മന്ത്രിയുടെ കൂടെയുള്ള സുഹൃത്തുക്കളും ജീവനക്കാരും തനിക്ക് എതിരാണെന്നും അവർ പറയുന്നു. ഞാൻ പൂർണ്ണമായും ഒറ്റയ്ക്കാണ്. എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു അമ്മ മാത്രമാണുള്ളത്. മുഖ്യമന്ത്രിയുടെ മക്കളെ വിളിച്ച് ഞാൻ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും ബിന്ദു മേനോൻ പറയുന്നു. മാപ്പ് പറയാൻ പോലും മന്ത്രി തയ്യാറായില്ലെന്ന് ഭാര്യ ബിന്ദു മേനോൻ ആരോപണത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും തനിക്ക് 1 അല്ല 1000 പ്രണയമുണ്ടെന്നും നിങ്ങളിൽ പ്രണയിക്കാത്തവർ ആരാണെന്നുമാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം. ആരോപണം സംബന്ധിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു. വാളകത്തെ വീട്ടിൽ നടന്ന ഈ വിവാദം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. പഴയകാലത്തെ വിവാദങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഈ സംഭവത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.